നമസ്കാരം. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തെ സ്ഥിരമായി കരിവാരി തേക്കാൻ സിനിമ എന്ന പേരിൽ പടച്ചുണ്ടാക്കുന്നതിൽ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവഹേളിക്കുന്നു. ആ സാധനത്തിന് ഇന്ത്യയെ ഒന്നായി കാണേണ്ട സർക്കാരിൻ്റെയും സിനിമയായി കാണാത്ത സെൻസർ ബോർഡ് എന്ന കഴുതകളുടെയും പിന്തുണയും പ്രോത്സാഹനവും നൽകുക. ഇത്തരം പ്രോത്സാഹിപ്പിക്കൽ പാടില്ലാത്ത ചെയ്തികൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് കുറേ മതഭ്രാന്തന്മാർ പിന്തുണ കൂടി നൽകുമ്പോൾ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാകും. നമ്മൾ രാഷ്ട്രീയമായി, മതപരമായി, ജാതീയമായി, ഭാഷാപരമായി വ്യത്യസ്ത സ്വഭാവം അത് കാണിക്കാം. പക്ഷേ വേറൊരു നാട്ടുകാരൻ നമ്മളെ കരിവാരി തേക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതല്ലേ അതിനെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വ്യാഴാഴ്ച റിലീസാകാൻ പാകത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കായി മാത്രം കള്ളങ്ങൾ പറഞ്ഞെടുത്തു വച്ച ഒരു സിനിമ. ഇന്ത്യ മുസ്ലിം രാജ്യമാകും 50 വർഷം കൊണ്ട് എന്നും നിങ്ങളുടെ മകൾ അടുത്ത ഇരയാകും ജാഗ്രത എന്നും ലവ് ജിഹാദ് എന്നും ഇന്ത്യയിൽ അവന്മാർ വന്നാൽ ശരിയത്ത് വരും എന്നും കേരളത്തിനെ താറടിക്കാൻ കുറേ മതഭ്രാന്തന്മാർ എടുക്കുന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഒരു മടിയുമില്ലാതെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇവിടെ ഹാൽ എന്ന് പറഞ്ഞ പടത്തിനോ കേന്ദ്രമന്ത്രിസഭയിലെ സഹമന്ത്രിയായ നായകൻ അഭിനയിച്ച ജാനകി വേഴ്സ് കേരള സ്റ്റേറ്റിനോ വിലക്ക്. കാരണം അതിൽ ജാനകി എന്ന് ഉപയോഗിച്ച് കളഞ്ഞു, ഹാലിൽ ധ്വജം എന്ന് പറഞ്ഞു കളഞ്ഞു, ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞു കളഞ്ഞു എന്നൊക്കെയാണ് പ്രശ്നം. ഈ രാജ്യം എവിടെ ചെന്നെത്തും എന്ന ആശങ്കയിലാണ് ഞാൻ. നിങ്ങൾ കാണണ്ട എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കേരളത്തെ താറടിക്കുന്ന ഒരു പടം വരുന്നെങ്കിൽ നിങ്ങൾക്കെന്താ, നിങ്ങൾ കാണണ്ട, ഞങ്ങൾ കണ്ടോളാം. ദേശസ്നേഹമുള്ളവൻ പറയുക. ഇയാളൊക്കെ കേരളത്തിലെ തലപ്പത്ത് വന്നാൽ മുഖ്യമന്ത്രിയൊക്കെ അയാളുള്ള ഈ നാടിൻ്റെ ഗതി ആലോചിച്ച് നോക്കി. കേരളത്തിനെ കരിവാരി തേക്കുന്ന ഒരു സിനിമ വരുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ നേതാവ് പറയുകയാണ്, നിങ്ങൾ കാണണ്ട, ഞങ്ങൾ കാണും, കൈയടിക്കും, കേരളത്തിന് തള്ളക്ക് വിളിച്ചാൽ ഞങ്ങൾ ഫിസിലടിക്കും, ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പറയുന്ന അയാൾ എന്ത് വാക്കുപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഹിന്ദു സ്ത്രീകളെ കൊണ്ട് നിർബന്ധിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതൊക്കെയാണ് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞൊരു വടക്കേ ഇന്ത്യക്കാരൻ ചരച്ചു വെച്ചിരിക്കുന്ന സിനിമ. അതിൻ്റെ ട്രെയിലർ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ വഴിയിലിട്ട് അടിക്കണമെന്ന് ഞാൻ പറയും. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഇവനാണ് കേരള സ്റ്റോറി ചെയ്തവനെന്ന് ആരെങ്കിലും പറഞ്ഞ സത്യമായിട്ട് ഞാൻ അറിയുകയാണെങ്കിൽ ഒരടിയെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അവൻ്റെ തന്തയ്ക്കെങ്കിലും വിളിക്കും. കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഒത്തൊരുമയോടെ കൊണ്ടുപോകേണ്ട കേന്ദ്രം ഭരിക്കുന്നൊരു പാർട്ടി. ഇവിടെ ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും നമ്മളെല്ലാം ഭാരതീയരാണെന്ന് നാഴിക്ക് 40 വട്ടം 58 ഇഞ്ചിൽ നെളിഞ്ഞു നിന്ന് മൈക്കിൻ്റെ മുന്നിൽ പ്രസംഗിക്കുന്ന ആൾ ഭരിക്കുന്ന നാട്ടിൽ കേരളത്തിൽ കേട്ട് കഴിവ് പോലും ഇല്ലാത്ത ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ വെച്ച് സിനിമ എടുത്ത് പ്രദർശിപ്പിക്കുന്നു ഇന്ത്യ മുഴുവൻ. അതിന് കൈയടിക്കാൻ ഇവിടെ കുറേ ചാണകം തലയിൽ കയറിയവന്മാരും. കഷ്ടമാണ്. നമസ്കാരം. പുതിയ സിനിമാ വാരഫലത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടി വേണ്ടായിരുന്നുവെന്ന് ആരും പരാതി പറയണ്ട. നമ്മുടെ ഡോക്ടർ ബാദുർ ഷാ സിനിമകൾക്ക് ശേഷം, അല്ലെങ്കിൽ സിനിമാ വിവാദങ്ങൾക്ക് ശേഷം, സിനിമാ വെട്ടിപ്പുകൾക്ക് ശേഷം രാഷ്ട്രീയത്തിലേക്ക് കയറുകയാണ്. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ആളാണ് ബാദുർ ഷാ സാറെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. കോൺഗ്രസിനെ രക്ഷിക്കാനല്ല പക്ഷേ ബാദുർ ഷാ സാർ ഇപ്പോൾ ഇറങ്ങുന്നത്. ബാദുർ ഷാ സാറിൻ്റെ ബാപ്പ അരൂർ നിയോജക മണ്ഡലത്തിലെ പ്രസിഡൻ്റായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അരൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായും ദീർഘകാലം പ്രവർത്തിച്ച പാരമ്പര്യം എൻ്റെ ബാപ്പയ്ക്കുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. കോൺഗ്രസ്സിന് വേണ്ടി ജീവിച്ചു മരിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ ബാദുർ ഷായുടെ ബാപ്പ. ചന്ദ്രൂർ എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഇവിടെ ഒരു സ്ഥലമുണ്ട്, എനിക്ക് എവിടെയെന്ന് അറിയില്ല, അരൂരിനടുത്ത എവിടെയെങ്കിലും ആയിരിക്കണം. ചന്ദ്രൂർ വെളുത്തുള്ളി സമരം ഗൗരിയമ്മ നടത്തുമ്പോൾ AK ആൻ്റണിയെ പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ബാദുർ ഷാ സാറിൻ്റെ ബാപ്പ എന്ന് പറയുന്നു. അതെന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കാരണം സമരം നടത്തുന്നത് ഗൗരിയമ്മയാണ്, വെളുത്തുള്ളി സമരം. പക്ഷേ ബാദുർ ഷാ സാറിൻ്റെ ബാപ്പ AK ആൻ്റണി സാറിനെ പ്രശസ്തിയിലെത്തിച്ചെന്ന് ആ സമരത്തോടെ. എങ്ങനെയെന്തോ ആ സമരം പൊളിക്കാൻ വല്ലതും ഇറങ്ങിയോ എന്തോ ആൻ്റണി, എനിക്കത് അറിയില്ല. ബാദുർ ഷാ സാർ അത് വ്യക്തമാക്കുന്നുമില്ല. മമ്മൂക്കയുടെ
ഉമ്മയുടെ ബാപ്പ നടത്തിയിരുന്ന റേഷൻ കട ഏറ്റെടുത്ത് എന്താ പറയുക നടത്തുകയും ഒരു തിയേറ്റർ മുതലാളിയും ഒക്കെ ആയിരുന്നു ഇത്രേ ബാപ്പ ഹജ്ജിന് പോയപ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന മോൻ ബാദുഷേനെ ബാപ്പ ഇതെല്ലാം ഏൽപ്പിച്ചു, റേഷൻ കടയും തിയേറ്ററും ഒക്കെ. അപ്പോൾ കച്ചവടം ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ടേ ഉണ്ട് എന്ന് സാറ് പറയുന്നു. സാർ ഇപ്പോൾ സിനിമ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. കച്ചവടമൊന്നും ഞാൻ ഇനി വിശദമാക്കണ്ടല്ലോ, പറയാൻ വിട്ടു. ബാപ്പ AK ആൻ്റണിയെ പ്രശസ്തനാക്കിയെങ്കിലും മോൻ കോൺഗ്രസ്സിലേക്കല്ല, മറ്റൊരു ദേശീയ പാർട്ടിയിലേക്കാണ് ചുവട് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദേശീയ പാർട്ടികളായി ഇവിടെ ജനതാദളുണ്ട്, ലോക് ദളുണ്ട്, RSP ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, ഇവരൊക്കെ ഉണ്ടല്ലോ. അതിലേതിലെങ്കിലും ആകുമെന്ന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ അതും തെറ്റി. രാമസിംഹന് ശേഷം BJPയിൽ വലതുകാൽ വെച്ച് കയറുന്ന ദേശീയ മുസ്ലിം ആകാനായിട്ടാണ് ബാദുഷ സാറ് യാത്രയാകുന്നത്. കാന്തപുരം മുസ്ലിയാർ 92-ാം വയസ്സിൽ പോയി കണ്ട് മുസ്ലിങ്ങളുടെ ഉന്നമനം ഉറപ്പിച്ച് എന്താ പറയുക അതിൻ്റെ പിന്നാലെ ഇതാ ബാദുഷ സാഹിബും പോകുന്നു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽ ചേരാൻ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇതെന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിക്കുകയും ബാപ്പ വലിയ പഞ്ചായത്ത് പ്രസിഡൻറ്റും കോപ്പുക ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. ഞാൻ പോകുന്നത് അവിടെയല്ല, താമരസിംഹം പോയതുപോലെ ഒരു ദേശീയ മുസ്ലിമായി ഞാൻ BJPയിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ED എന്ന് പറയുന്ന ഒരു ചില്ലറക്കാരനല്ല എന്ന് നമുക്കിതിലും ബോധ്യമാകുന്നു ഇല്ലേ? ED എന്ന് പറഞ്ഞാൽ സിനിമയിലുള്ളവന്മാരെല്ലാം കിടുകിടാ വിറയ്ക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാകുന്നു. ബാദുഷ സാർ ഒരു അഖിലേന്ത്യാ മുസ്ലിമാകാൻ പോകുന്നു. ആൾ ദ ബെസ്റ്റ് എന്നതിനപ്പുറം ഒന്നും പറയാനില്ല. ഞാൻ മത്സരിക്കുമോ ഇല്ലേ എന്ന് പിന്നെ പറയാം എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ബാദുഷ സാറിനെ കൊണ്ടൊന്ന് ധർമ്മടത്തിൽ പിണറായി വിജയനെതിരെ നിർത്തി കൊടുക്കണം. പിണറായിയെ പപ്പടം പോലെ തോപ്പിച്ച് തോലച്ച് താമര വിരിച്ച് വരും, വിജയശ്രീലാളിതനായി വരും. അതുകൊണ്ട് ധർമ്മടത്തെ സ്ഥാനാർത്ഥിയാക്കണം ബാദുഷ സാറിനെ എന്ന് ഞാൻ പറയും. അടുത്ത കഥ, അടിയും കൊണ്ട് പുളിയും കുടിച്ചെന്ന് പറയുന്ന പോലെ ആ കണക്കായി നമ്മുടെ ജയസൂര്യയുടെ കാര്യം. പണം വാരിയെറിഞ്ഞ് ഗോകുലം ഗോപാലേട്ടൻ നിർമ്മിക്കുന്ന കടമറ്റത്ത് കത്തനാരാകുന്നത് ജയസൂര്യയാണല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ജയസൂര്യയുടെ ഒരു പടവും മലയാളത്തിൽ തിയേറ്ററിൽ വന്നിട്ടില്ല. ജയസൂര്യ സാറെന്നല്ല, ഒരു സാറിൻ്റെ പടം വന്നില്ലെങ്കിലും മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ജനപ്രിയനായ ഒരു നടനായിട്ടും കഴിഞ്ഞ 3 വർഷമായിട്ട് ജയസൂര്യ അഭിനയിച്ച പടമെന്ന് പറഞ്ഞാൽ ആരും സ്ക്രീനിലൊന്നും കണ്ടിട്ടില്ല, ആരും അത് ചർച്ച ചെയ്തിട്ടുമില്ല. കടമറ്റത്ത് കത്തനാരുടെ വരവോടെ ഒരു പോക്കങ്ങ് ഉയർന്നു പോകുമെന്ന് ജയസൂര്യയുടെ ഫാൻസുകാർ മാത്രമല്ല ഞാനും പലവട്ടം പറഞ്ഞതാണ് നമ്മുടെ പ്രോഗ്രാമിൽ. അതിനിടയിലാണ് വീട്ടിലെ വേസ്റ്റ് ഒക്കെ വാരി കായലിലെറിഞ്ഞത് ഏതോ തലതെറിച്ചവൻ ചിത്രീകരിച്ച് കൊച്ചിൻ കോർപ്പറേഷന് ഒറ്റി ഫൈൻ അടിപ്പിച്ചത്. ആ നാറ്റക്കേസിൽ നിന്ന് കത്തനാറല്ല ജയസൂര്യ മെല്ലെ പൊങ്ങി വരാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് താൻ വെറും അംബാസഡറായിരുന്ന ഒരു സ്ഥാപനത്തിൽ കയറി ED അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം കയറുന്നു എന്ന് ആലോചിച്ചുള്ളൂ. അവിടെ കയറി നിരങ്ങിയത് ഈ സ്ഥാപനത്തിൽ. അപ്പോൾ അതിൽ കത്തനാരല്ല ജയസൂര്യയുടെ പേര് വെണ്ടയ്ക്ക വലിപ്പത്തിൽ കിടക്കുന്നു. ഇവിടുത്തെ ഇൻകം ടാക്സുകാരല്ലല്ലോ ED. അവരതിൽ ചാടിക്കയറി പിടിച്ചു, അന്വേഷിച്ചു. തൽക്കാലത്തേക്ക് ഒരു 39 ലക്ഷം രൂപയുടെ കത്തനാരുടെ ജയസൂര്യയുടെ 39 ലക്ഷം രൂപയുടെ വക അങ്ങ് മരവിപ്പിച്ചു, ഫ്രീസ് ചെയ്തു, അവരെടുത്തു. ഓൺലൈൻ തട്ടിപ്പ് നടത്തി കോടികൾ നേടിയ സേവ് ബോക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചതാണ് ഈ സ്ഥാപനത്തിനെതിരെയുള്ള കേസ്. ഇതിൻ്റെ ഉടമ തൃശ്ശൂർക്കാരൻ സിദ്ദിഖ് റഹ്മാൻ കുറേ ദിവസമായി ഗോതമ്പുണ്ടയിൽ നിന്ന് വെള്ളവും കുടിച്ചുകൊണ്ട് കമ്പി കഴിക്കാതെ കിടക്കുകയാണ്, ജയിലിൽ കിടക്കുകയാണ്. കേസിൽ 2 തവണ ജയസൂര്യ സാറിനെ ED ചോദ്യം ചെയ്യുകയും ചെയ്തു. സേവ് ബോക്സിലെ ലേല ആപ്പിനെ സാധാരണക്കാർക്കിടയിൽ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ജയസൂര്യ അഭിനയിച്ചു എന്നതാണ് ആരോപണം. നിക്ഷേപ തട്ടിപ്പിൽ 1 കോടിയോളം രൂപ ജയസൂര്യ തട്ടിച്ചു എന്നാണ് ED പറയുന്നത്. ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിൽ, മുഖ്യപ്രതിയുടെ അക്കൗണ്ടിൽ നിന്നും പണം എത്തിയത് ED കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഒരു 39 ലക്ഷം രൂപ അങ്ങ് ഫൈൻ അടിച്ചത്, ഫ്രീസ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്
ദിലീപിൻ്റെയൊക്കെ പടങ്ങളിൽ എത്രയോ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്ന പയ്യനാണ്. മലയാളത്തിലെ നായകന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാരിൽ ഒരാളായി വളർന്നു കോടികൾ സമ്പാദിച്ചു. പക്ഷേ ആക്രാന്തം തീരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള വലിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ ബ്രാൻഡ് അംബാസഡറാവാൻ നടക്കുന്നത്. അനുഭവിക്കട്ടെന്നേ, അങ്ങനെയെങ്കിലും പഠിക്കട്ടെ. 39 ലക്ഷം സ്വാഹ. ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ശാന്തിവിള ജംഗ്ഷനിലുള്ളൊരു കടയിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. വർഷങ്ങളോളമായി പലരും ഇരുന്ന് നിരങ്ങി നല്ല പോളിഷ് ചെയ്തോലാണ് കിടക്കണം. അല്ല, ആ ബെഞ്ച് ആരും പോളിഷൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ ശാന്തിവിളയിലുള്ള ഒരുമാതിരിപ്പെട്ടവരൊക്കെ ആ ബെഞ്ചിനെ വിളിക്കുന്നത് അളപ്പ് ബെഞ്ച് എന്നാണ് വിളിക്കുന്നത്. അളപ്പ് ബെഞ്ച്. ശാന്തിവിള ഭാഗത്തെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറേ പേര് രാവിലെ ഒരു 10-10:30 ആകുമ്പോൾ ഈ ബെഞ്ചിലേക്ക് വന്ന് അവിടെ കുടയൊക്കെ പിടിച്ച് വന്ന് കുട വാക്കിംഗ് സ്റ്റിക്കായി ഉപയോഗിക്കുന്നവരുമുണ്ട്. ഇവരെല്ലാം വന്ന് ഈ ബെഞ്ചിലിരിക്കും, അളപ്പ് ബെഞ്ചിൽ. ഒരു കാര്യം അടിവരയിട്ടേക്കണം, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഭൂരിപക്ഷവും നായർ സമുദായത്തിൽപ്പെട്ട ആളുകളുമായിരിക്കും. വേറെ ആരും ആ ബെഞ്ചിലിരിക്കാറില്ല, വിളിക്കാറില്ല, ക്ഷണിക്കാറില്ല, വന്നാൽ പ്രോത്സാഹിപ്പിക്കാറില്ല. കമ്മ്യൂണിസ്റ്റുകാരെയും പ്രോത്സാഹിപ്പിക്കില്ല, മറ്റ് ജാതിക്കാരെയും പ്രോത്സാഹിപ്പിക്കില്ല. നായന്മാരൊക്കെ മാത്രം ഇരിക്കാനുള്ള ഒരു അളപ്പ് ബെഞ്ചാണ്. സംഘടിതമായി ഒരു 11:30 ആകുമ്പോൾ എല്ലാവരും കൂടി എണീറ്റ് അടുത്തുള്ള ചായക്കടയിൽ പോവും. വെറും ഒരു ചായയോ ഒരു വടയോ ഒക്കെ വാങ്ങിച്ച് തിന്ന് തിരിച്ചു വരും. എന്നിട്ട് വീണ്ടും അളക്കും. 12-12:30 ആകുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങും. ചിലർ സൈക്കിളിൽ പോവും, ചിലർ നടന്നു പോവും, അങ്ങനെ അങ്ങ് പോവും. ചിലരുടെ സ്കൂട്ടറിൽ കയറി പോവും. വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പോൾ വീണ്ടും ഈ വെട്ടുക്കിളികളെ പോലുള്ള ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കളവന്മാർ വീണ്ടും വരും, അളപ്പ് ബെഞ്ചിലിരിക്കും. എന്നിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പോയി ചായയും വടയും കഴിക്കും. 6 മണിക്ക് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങും. ഇതിൽ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരാൾ 6 മണിക്ക് വന്നാൽ 6:30-7 മണിക്കുള്ളിൽ ദൂരദർശൻ വാർത്ത കഴിയുമ്പോഴേക്കും അദ്ദേഹം ഉറങ്ങിയിരിക്കും. അത് അച്ചട്ടാണ്. അതിനു മുമ്പേ അദ്ദേഹം കഞ്ഞി കുടിക്കും. ദൂരദർശൻ്റെ വാർത്ത കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം ഉറങ്ങും. ഇതൊരു പതിവ് കാഴ്ചയാണ് വർഷങ്ങളായിട്ട് ശാന്തിവിളയിൽ കാണുന്നത്. കാലം മാറി, കട നിരയും പലയൊക്കെയുള്ള കടയായിരുന്നു. അതൊക്കെ മാറ്റി പുതിയ തലമുറ വന്നപ്പോൾ അവർ കട പുതുക്കി പണിതു. കടയുടെ ഫ്രണ്ടിലിട്ടിരുന്ന ഈ അളപ്പ് ബെഞ്ചിനെ എടുത്ത് പുറത്തേക്ക് മാറ്റി. വസ്തുവിലേക്ക് അകത്തേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്, ആ വഴിയുടെ സൈഡിൽ കൊണ്ടിട്ടു. പഴയ തലമുറ ഇപ്പോൾ അതിലിരിക്കാറില്ല. കടയുടമയും കാലേവനിയിൽപ്പെട്ടു. ഈ അളപ്പ് ബെഞ്ച് അറിയാതെ ശാന്തിവിളയിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് സത്യം. ഒരു കല്യാണാലോചന എന്ന് വെച്ചോളൂ. പയ്യൻ്റെ സ്വഭാവം വീട്ടുകാര്യം ഒക്കെ തിരക്കാനായി ബസ്സിലോ ആട്ടോയിലോ കാറിലോ ബൈക്കിലോ ഏതിലെങ്കിലും ഒരു 3-4 അപരിചിതർ ശാന്തിവിളയിൽ വന്നു എന്ന് വിചാരിക്കുക. വരുന്നവർ കാണുന്നത് അളപ്പ് ബെഞ്ചിലിരിക്കുന്ന കുറേ യോഗ്യന്മാരായ ഈ അമ്മാവന്മാരെ ആയിരിക്കും. നേരെ അങ്ങോട്ട് ചെല്ലും. ഒരു കാര്യം പറയും, ഞങ്ങൾ ഇന്നിടത്തുനിന്ന് വരെയാണ് എന്ന് പറഞ്ഞ കാര്യം പറയും. കാര്യങ്ങളെല്ലാം സശ്രദ്ധം ഈ അളപ്പ് ബെഞ്ചിലിരിക്കുന്നവന്മാർ കേൾക്കും. എന്നിട്ട് ഒരാളതിൽ ഓർഡർ ഇടും. പയ്യൻ കുഴപ്പമൊന്നുമില്ല, നല്ല കുടുംബമാണ്. ഇളയത് 2 പെമ്പിള്ളേരാ, അറിയാം. അയത്തുങ്ങളെ കെട്ടിച്ചു വിടേണ്ട ചുമതല ഈ പയ്യനാണ് എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. സാരമില്ല, നിങ്ങൾ പെൺകുട്ടിക്ക് എന്ത് ഇടും? അപ്പോൾ വന്നതിൽ ഒരാൾ പറയും, ഒരു 10-60 പവൻ ഞങ്ങളിടും. അത് മതിയല്ലോ. 2 ഇളയത്തുങ്ങളെ ഇറക്കി വിടാൻ ഈ 60 പവൻ മതിയാവും. 30 പവൻ കൊടുത്താലും മാന്യമായിട്ട് ആരുടെയെങ്കിലും അയക്കാം. പയ്യൻ്റെ ഡീറ്റെയിൽ തിരക്കി വന്നവർ വന്ന വഴിയെ പോകും എന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതാണ് അളപ്പ് ബെഞ്ച്. ഒരു പെണ്ണിൻ്റെ വിവരം അറിയാനാണ് വന്നത് എന്ന് വയ്ക്കുക. വിവരങ്ങളെല്ലാം തിരക്കും. പയ്യൻ എന്താ ജോലി എന്ന് തിരക്കും. സെക്രട്ടേറിയറ്റില്ല. അത് ശരി, കൊള്ളാമല്ലോ. അതിൽ ഒരുത്തൻ ഒരു കളവനോട് ചോദിക്കും, ആ സോമൻകുട്ടിയുടെ മോൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കറങ്ങി നടന്നാൽ ഈ ഭാഗ്യം കിട്ടുമോ അവൾക്ക്? ഏത് ഈ കല്യാണം ആലോചിച്ച് വന്ന പെണ്ണ് സോമൻകുട്ടിയുടെ മോൻ്റെ ബൈക്കിൻ്റെ പുറകെ ഇരുന്ന് കറങ്ങിയാൽ ഈ സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ള ഉദ്യോഗസ്ഥനെ പോലെ ഒരുത്തനെ കിട്ടുമെന്നാണ് ചോദിക്കണേ. കുറച്ചാണ് ചോദിക്കണേ. അപ്പോൾ മറ്റൊരാളിന് ഇത് കേട്ട മറ്റൊരാൾ ഇങ്ങനെ തലയാട്ടും. അതും പൂഞ്ഞു എന്ന് ഞാൻ പറയണ്ടല്ലോ. കല്യാണം അവിടെ വെച്ച് മുടങ്ങും, പിന്നെ അവരിങ്ങോട്ട് വരില്ല. ഈ അളപ്പ് ബെഞ്ച് ഒരു ഹർത്താൽ ദിനത്തിൽ ഏതോ തലതിരിഞ്ഞവന്മാരെടുത്ത് ശാന്തിവിള സ്കൂളിൻ്റെ താഴത്തെ പഞ്ചായത്ത് കുളത്തിൽ കൊണ്ടിട്ടു.
ഒരു അതിശയത്തോടെ പറയാം, എങ്ങനെയോ ബെഞ്ച് കുളത്തിൽ നിന്ന് പായലിനിടയിൽ നിന്ന് പൊങ്ങി മോളി വന്നു. പിന്നെയും ബെഞ്ച് ആരൊക്കെ ചേർന്ന് വലിച്ച് കരയിൽ കയറ്റി അവിടെ അളക്കിനടുത്ത് കൊണ്ടിട്ടു. ഇനി ഈ അളപ്പ് ബെഞ്ചുകാരനെ എനിക്ക് പറ്റിയൊരവസ്ഥ പറയാം. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ടല്ലോ, ഇസ്കോൺ, ശ്രീകൃഷ്ണൻ്റെ അനുയായികൾ. അവരൊരു പരിപാടി ഗാന്ധി പാർക്കിൽ നടത്തി. എന്തോ കഷ്ടകാലത്തിന് ഞാൻ അതുവഴി പോവുമായിരുന്നു. ഇവരുടെ ഭജൻ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ദൈവവിശ്വാസി, അന്ധവിശ്വാസി അല്ലെങ്കിലും എനിക്ക് ഈ ഭജനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പി ലീലാമ്മ പാടുന്ന ജ്ഞാനപാന എവിടെ കേട്ടാലും ഞാൻ കേട്ടോണ്ട് നിൽക്കും, എത്ര നേരം വേണമെങ്കിലും. അതുപോലെ ഇസ്കോൺ നടത്തുന്ന അല്ലെങ്കിൽ ഹരേരാമ ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാർ ഭജന നടത്തുമ്പോൾ ഞാനത് കേട്ടോണ്ട് നിൽക്കും. നല്ല രസമാണത്. അല്പം അകലെ ഞാൻ നോക്കുമ്പോൾ ഗാന്ധി പാർക്കിൽ തന്നെ അല്പം അകലെ ഒരാൾക്കൂട്ടം, ചെറിയൊരാൾക്കൂട്ടം, അവിടെ ഗീതയുടെ ചെറിയ കോപ്പി സൗജന്യമായി കൊടുക്കുകയാണ്. ഭഗവത്ഗീതയുടെ ചെറിയ പതിപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഞാനും ക്യൂ നിന്നൊരു കോപ്പി വാങ്ങി. അപ്പോൾ നമ്മൾ കോപ്പി വാങ്ങുമ്പോൾ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്, അതിൽ വിലാസം എഴുതി പേരും എഴുതി ഒപ്പിടണം. ഞാൻ ഒപ്പിട്ടു. അന്ന് മൊബൈലൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ, വീട്ടിലാണെങ്കിൽ ലാൻഡ് ഫോണും ഇല്ല. ബാക്കി അഡ്രസ്സെല്ലാം എഴുതി കൊടുത്തു. ഒരു ഉച്ച കഴിഞ്ഞ നേരത്ത് 2 വിദേശികൾ ഒരു TVS 50 കാവി വസ്ത്രം അണിഞ്ഞ് മൂക്കിൻ്റെതായ ഇവിടെ മുതലിങ്ങനെ ചന്ദന കുറിയൊക്കെ ഇട്ട് തല മുട്ടയടിച്ചിട്ട് ബാക്കിൽ കുടുമയൊക്കെ വെച്ച് കെട്ടിയ 2 സായിപ്പന്മാർ ശാന്തിവിളയിൽ ലാൻഡ് ചെയ്തു. അളപ്പ് ബെഞ്ചിൽ കയറി അഡ്രസ്സ് കാണിച്ചു. ബെഞ്ചിലിരുന്നവർ അതിശയിച്ചു പോയി. ശാന്തിവിളയിൽ കട്ട DYFI. ഇസ്കോൺകാർ ആ DYFIക്കാരനെ അന്വേഷിച്ചാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭക്തനെ തിരക്കിയാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ അനുജൻ അതുവഴി വന്നത്. ശങ്കര, നിൻ്റെ ചേട്ടനെ തിരക്കി വന്നവരാണ് ഇവർ എന്ന് പറഞ്ഞു. ശങ്കരൻ നോക്കുമ്പോൾ 2 വിദേശ മുട്ടകൾ. അവൻ നിൽക്കാതെ വലിഞ്ഞൊളഞ്ഞു. സംഗതി ശരിയല്ലാന്ന് തോന്നി, അവൻ വലിഞ്ഞ്. ഒടുവിൽ അളപ്പുകാർ പറഞ്ഞൊപ്പിച്ച് അവരെ യാത്രയാക്കി. പറഞ്ഞൊപ്പിച്ച് എന്താണെന്നറിയാം, അവൻ കമ്മ്യൂണിസ്റ്റാണ്, DYFI ആണ്, ദൈവവിശ്വാസിയല്ല, നിങ്ങളെ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. ഓസിന് ഗീത ആഖ്യാനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളുടെ ശിഷ്യനാവാമെന്ന് പറഞ്ഞാൽ അവൻ എഴുതി ഒപ്പിട്ടതെന്നും കൂടെ പറഞ്ഞു കൊടുത്തു. സായിപ്പന്മാർ നിരാശയോടെ മടങ്ങി. ഇതൊക്കെയാണ് ശാന്തിവിളയിലെ ഈ അളപ്പ് ബെഞ്ചിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഓർപ്പിച്ചത് നമ്മുടെ വേടൻ്റെ കല്യാണമാണ്. ഈ വരുന്ന മറ്റന്നാൾ ചൊവ്വാഴ്ച എഴുത്തുകാരിയായ നവമിയെയാണ് വേടൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതിനിടയിലാണ് കാക്കനാട് കോടതിയിൽ 11 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലും എടപ്പാളിൽ 31കാരിയെ പീഡിപ്പിച്ച കേസിലും ജാമ്യം വേടനെടുത്തത്. ഇതിനിടയിലാണ് ഈ നവമിയായിട്ടുള്ള പ്രേമവും. നല്ല നല്ല പയ്യനാണ് കേട്ടോ. കണ്ണൂർ ധർമ്മശാലയിൽ സർക്കാർ നടത്തുന്ന പരിപാടിയിൽ മുഖ്യ അതിഥി ഗായകനുമായിട്ട് വേടനെത്തി. നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ ഗോവിന്ദൻ മാഷ്, ഒരു വിഡ്ഢി ചിരി ഇരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേടൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മൈക്കിലൂടെ പറഞ്ഞു, നമ്മുടെ വേടൻ്റെ വിവാഹ വാർത്ത ഞാൻ ആദ്യമായി ഇതാ പുറത്ത് പറയുകയാണ്. അയാൾ ഈ വരുന്ന ബുധനാഴ്ച വേടൻ നവമിയെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേടൻ നാണത്തോടെ തല കുനിച്ച് നമ്രശിരസ്കനായി നിൽക്കുന്നു. ഗോവിന്ദ മാഷ് വിഡ്ഢിച്ചിരി ഇരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്നു. ആളുകൾ ഭയങ്കര കയ്യടിയും വിസിലടിയൊക്കെ നടത്തുന്നു. കാരണം ഒരു പീഡന വീരനാണെങ്കിലും ഒരുത്തിയെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നല്ലോ എന്നായിരിക്കും. നവമി മിടിക്കുകയാണെങ്കിൽ വേടനെ വരച്ചവരെ കൊണ്ടുവരും. നവമി ഒരു വായി നോക്കിയാണെങ്കിൽ അവരുടെ ജീവിതം വലിയ കഷ്ടമായിരിക്കും. എന്താണ് വരും കാലങ്ങളിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. ചെറുപ്പക്കാരനല്ലേ എന്ന് ചിലപ്പോൾ അവൻ തിരുത്താം. അത് നവമിയുടെ കയ്യിലാണെന്ന് ഞാൻ പറയും. എങ്ങനെയെങ്കിലും തിരുത്തി മര്യാദയ്ക്ക് പാട്ടൊക്കെ പാടി കയ്യടിയൊക്കെ വാങ്ങി കൂടെ നടക്കുന്ന ഗ്യാങ്ങുകളെയൊക്കെ നവമി പിരിച്ചു വിടണം. എങ്കിലേ അവൻ നന്നാവും. അവന്മാരാണ് ഈ വാരി കൂട്ടി കൊടുക്കുന്നത്. അവന്മാരെ ഒഴിവാക്കിയാൽ തന്നെ വേടൻ ചിലപ്പോൾ നന്നാവും. ഗോവിന്ദ മാഷിൻ്റെ പേര് നാറ്റാതിരിക്കാനെങ്കിലും നവമി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.